ഹലോ എവരി വൺ, വെൽക്കം ടു സയ്യദ് ടോക്സ്. കുറച്ച് ദിവസമായിട്ടായിട്ട് എവിടെയും പോകാത്തത് കൊണ്ട് വീഡിയോസൊന്നും ഇട്ടില്ല. അപ്പോൾ എന്തായാലും ഒരു ചെറിയൊരു വൺ ഡേ ട്രിപ്പ് അടിക്കാമെന്ന് വിചാരിച്ചു. പാലക്കാട് ജില്ലയുടെ അടുത്തായ പൊള്ളാച്ചിയിൽ കിടക്കുന്ന വാൽപ്പാറ എന്ന് പറഞ്ഞ ഒരു പ്ലേസിലോട്ട് പോകാനാണ് നമ്മളിന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം അവിടുത്തെ കാഴ്ചകളും മറ്റും. ഗൈസ്, നമ്മളീ പോകുന്ന വഴിക്ക് രണ്ട് സൈഡിലുമായിട്ട് വളരെ മനോഹരമായിട്ടുള്ള തെങ്ങിൻ തോപ്പുകളുണ്ട്. ആക്ച്വലി ഈ തെങ്ങിൻ തോപ്പുകൾ തന്നെയാണ് ഈ ഒരു വഴിയുടെ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഈ തെങ്ങിൻ തോപ്പിൻ്റെ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചായ കുടിച്ചേക്കാമെന്ന് തോന്നി. വണ്ടി നൈസായിട്ട് സൈഡിലൊതുക്കി ഓരോ കട്ടൻ ചായ കുടിച്ചങ്ങ് പാസ്സാക്കി. വളരെ മനോഹരമായിട്ടുള്ളൊരു സീനിയർ തന്നെയായിരുന്നു അവിടെയുള്ളത്. പിന്നെ നമ്മൾ വണ്ടി നേരെ വെച്ച് പിടിപ്പിച്ചു. ആനമല ടൗണിലെത്തി. ആനമല ടൗൺ ആക്ച്വലി ഒരു വലിയ ടൗണൊന്നുമല്ല, ഒരു നോർമലായിട്ടുള്ള സെറ്റപ്പ് തന്നെയാണ്, എന്നാലും കുഴപ്പമില്ലെന്ന് പറയാം. അപ്പോൾ ആനമല ടൗൺ കഴിഞ്ഞ് പോകുന്ന വഴിക്ക് നമ്മളൊരു പാലം കണ്ടപ്പോൾ വണ്ടി ചവിട്ടി. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തോട്ട് പോയി നോക്കാമെന്ന് കരുതി. അപ്പോൾ ഇവിടെ നോക്കിയപ്പോഴത്തേക്കും ആക്ച്വലി ഇത് ആളയാർ ഡാമിൽ നിന്ന് വരുന്ന ഒരു ചെക്ക് ഡാമാണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അവിടെ നോക്കിയപ്പോഴത്തേക്കും ഒരുപാട് പേര് കുളിക്കുന്നുണ്ട്. എല്ലാവരും എൻജോയ് ചെയ്ത് കുളിക്കുന്നുണ്ട്. നമ്മൾ കുളിക്കാൻ നിന്നൊന്നുമില്ല. നമ്മൾ ആ കാഴ്ച മാത്രം ആസ്വദിച്ചിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടരാൻ തീരുമാനിച്ചു. ഗൈസ്, അങ്ങനെ നമ്മൾ ആനമല ടൈഗർ റിസർവ് എൻട്രൻസ് എത്തിയിരിക്കുകയാണ്. വാൽപ്പാറയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ എൻട്രൻസ് ടിക്കറ്റ് കളക്ട് ചെയ്യേണ്ടത്. ഇവിടെ അത്യാവശ്യം നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വണ്ടികൾ ക്യൂ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും മറ്റും കീപ്പ് ചെയ്ത് ടിക്കറ്റ് എടുത്ത് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. ഇവിടെ ടിക്കറ്റ് ഫെയറും മറ്റും ഇവിടുത്തെ നോട്ടീസ് ബോർഡിൽ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാണുന്നതാണ് ആളയാർ ഡാമിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള വ്യൂ. ആക്ച്വലി നമ്മൾ ഈ ഡാമിനത് കയറുന്നത് പ്രതീക്ഷിച്ചതാണ്, പക്ഷേ അവിടെ ഒരു ഫിലിമിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നത് കാരണം പബ്ലിക് എൻട്രൻസ് ഇന്ന് ഇല്ലായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം, മുന്നോട്ട് പോകാം. ഈ ചെക്ക് പോസ്റ്റ് മുതൽ വാൽപ്പാറ എത്തുന്നവരെ ടോട്ടൽ 40 ഹെയർ പിന്നാണുള്ളത്. അപ്പോൾ ഇവിടെ വരുന്നൊരു പ്രത്യേകം ശ്രദ്ധിക്കുക, വളരെ കെയർഫുള്ളായിട്ട് തന്നെ ഡ്രൈവ് ചെയ്യുക. ഇപ്പോൾ ഈ കോവിഡിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ കാരണം നമുക്ക് ഈ വാൽപ്പാറ വഴി പോയിട്ട് അതിരപ്പള്ളി വാഴച്ചാൽ വഴി വരാനുള്ള ആ ഒരു ഓപ്ഷൻ നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വാൽപ്പാറ പോയിട്ട് തിരിച്ച് ഈ റൂട്ട് വഴി തന്നെ റിട്ടേൺ വരണം. ഇവിടെ വളരെ മനോഹരമായിട്ടുള്ള തേയിലത്തോട്ടങ്ങളും മറ്റും രണ്ട് സൈഡിലായിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു ദൃശ്യം തന്നെയാണത്. പിന്നെ യൂക്കാലിപ്സ് മരങ്ങളുടെ കാര്യങ്ങളാണെങ്കിൽ ഒന്നും പറയേ വേണ്ട, ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നല്ലൊരു സ്പോട്ട് കണ്ടപ്പോൾ വണ്ടി അങ്ങ് സൈഡാക്കി. ആക്ച്വലി ഭക്ഷണം നമ്മൾ വീട്ടിൽ നിന്നും കൊണ്ടുവന്നതായിരുന്നു. ഈ ഒരു സിറ്റുവേഷനിൽ ഭക്ഷണം നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് ഏറ്റവും ബെറ്റർ, ഈ കൊറോണയുടെ പ്രശ്നം മറ്റും കാരണം കൊണ്ട്. ഭക്ഷണം നെയ്ച്ചോറായിരുന്നു, ഒന്നും ആലോചിച്ചില്ല, നല്ലൊരു പിടിയങ്ങ് പിടിച്ചു. ആഹാ, അന്തസ്. അങ്ങനെ നമ്മൾ ഭക്ഷണത്തിന് ശേഷം യാത്ര തുടർന്നു. അപ്പോൾ ഇവിടെ ഒരു ടൗൺ എത്തി. അതിൻ്റെ തൊട്ടടുത്തായിട്ട് കുറേ വണ്ടികൾ നിൽക്കുന്നത് കണ്ടു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വണ്ടി നിർത്തി. ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളതിൻ്റെ മനോഹാരിതയൊക്കെ ഇങ്ങനെ നോക്കി നിന്നു.
അങ്ങനെ നമ്മൾ ഒരുപാട് സമയം ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ആസ്വദിച്ച് അങ്ങനെ അങ്ങ് അവിടെ തന്നെ ഇരുന്നു. അപ്പോൾ ഈവനിങ് ആയപ്പോഴത്തേക്കും നമ്മൾ തിരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ മലയിറങ്ങാൻ തുടങ്ങി. അപ്പോൾ ഈ മലയുടെ സൈഡിലായിട്ട് നമുക്ക് എപ്പോഴും എല്ലാ സമയം കുറച്ച് വിസിറ്റേഴ്സിനെ കാണാം. ഇവരാണ് ആ വിസിറ്റേഴ്സ് ഗൈസ്. അതുപോലെ തന്നെ ഈ വാൾപ്പാറയുടെ അടുത്തായിട്ട് മങ്കി ഫാൾസ് എന്ന് പറഞ്ഞൊരു സൈറ്റ് കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ കൊറോണയുടെ മറ്റും സീനും ആയതുകൊണ്ട് അങ്ങോട്ട് കയറിയില്ല. അപ്പോൾ എന്ത് തന്നെയായാലും ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.